നമ്മുടെ ദൈവം വലിയവൻ, നമ്മുടെ ദൈവം സർവശക്തിമാനായ ദൈവം. എല്ലാ നാമത്തിലും മേലായ നാമം യേശുവിൻ്റെ നാമം ഉയരട്ടെ. മാർച്ച് 1 നടക്കാനുള്ള പ്രോഗ്രാം അല്ലെങ്കിൽ മാർച്ച് ക്യാൻസൽ ചെയ്തു അവർ തന്നെ. ജനക്പൂർ, ബിശ്രാംപൂർ, ഗണേഷ്പൂർ ഈ 3 വില്ലേജ് ബലോദ ബസാർ ഡിസ്ട്രിക്ട് ഛത്തീസ്ഗഡിൽ നടക്കാനുള്ള മാർച്ച് ക്യാൻസലായി. അവർ തന്നെ ഇത് പ്രഖ്യാപിച്ചു. നമ്മുടെ ദൈവം, പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, ഒരു ഹാമാന് ഒരു തീയതി നിയമിച്ചു. അവന് അതിൽ ഒപ്പിടിപ്പിച്ചു. അഹശ്വേരോസിൻ്റെ രാജാവിൻ്റെ ഒപ്പിടിച്ചു. പക്ഷെ ഒരു എസ്തർ പ്രാർത്ഥിച്ചു. ഒരു മൊർദെഖായി വസ്ത്രം കീറി ദൈവത്തിൻ്റെ സന്നിധിയിൽ എസ്തർ പ്രാർത്ഥിച്ചു, ഉപവസിച്ചു. ദൈവം പ്രാർത്ഥന കേട്ടു, ജനങ്ങളെ വിടുവിച്ചു. അതുപോലെ നമ്മൾ ഉപവസിച്ചു, പ്രാർത്ഥിച്ചു, ദൈവം പ്രാർത്ഥന കേട്ടു, വിടുതൽ നടന്നു. നസ്രനായ യേശുവിൻ്റെ നാമത്തിൽ ജയം. അതുകൊണ്ട് പാട്ടുകാരൻ പറഞ്ഞേക്കുന്നത്, ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും യേശുനാഥർ നാമത്തിലും ജയം ജയം എപ്പോഴും. 2 ദിവസം മുമ്പേ ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ ശക്തമായിട്ട് ഹേൽമിച്ചു. ഞാൻ ഈ 3 വില്ലേജുകളിൽ ഞാൻ സ്വന്തമായിട്ട് പോയി. രാവിലെ 4:15 തൊട്ട് ഞാൻ വില്ലേജിലെ എല്ലാ സ്ട്രീറ്റും 3 വില്ലേജുകളിലും ഞാൻ നടന്ന് ദൈവദാസന്മാരുടെ കൂടെ പ്രാർത്ഥിച്ചു. എല്ലാ കുടുംബങ്ങളെയും രക്തത്താൽ മുദ്രയിട്ടു. എല്ലാ കുടുംബത്തിൻ്റെയും ചുറ്റിലും രക്തത്താൽ മുദ്രയിട്ട് ഞങ്ങൾ നടന്നു. അവിടെ നടക്കുമ്പോൾ തന്നെ ദൈവം എനിക്ക് സ്പഷ്ടമായിട്ട് ആലോചന തന്നു. ഇവിടെ ഇനി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷെ ദൈവം ഒരു കാര്യം പറഞ്ഞു, അവിടുത്തെ ജനങ്ങൾ മാനസാന്തരപ്പെടണം. ക്രിസ്ത്യാനികളാണെന്ന് പറയുന്നുണ്ട്. 5000 പേരുണ്ട് അവിടെ. എല്ലാവരും ക്രിസ്ത്യാനിയ, അത് ഷുവറാ, എല്ലാവരും ക്രിസ്ത്യാനിയ. പക്ഷേ യേശുവിനെ അറിയുന്ന ക്രിസ്ത്യാനികളും യേശുവിനെ അറിയാത്ത ക്രിസ്ത്യാനികളും വേറെയാ. ഇവർ വലിയ മാനസാന്തരപ്പെടുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ വില്ലേജ് സത്യമായിട്ട് യേശുവിനെ അറിയുന്ന, യേശുവിനെ പിൻപറ്റുന്ന, വിശ്വസ്തയോടും വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കുന്ന ഒരു ജനമാക്കി തീർക്കുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവം ഈ ഒരു ഇൻസിഡൻറ്റ് മുഖാന്തരം ആ വില്ലേജിലുള്ള എല്ലാവരും എല്ലാ അശുദ്ധിയും വിട്ട് അവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു വലിയൊരു മാതൃകമായി ആത്മാവിൽ ജീവിക്കുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. നമുക്ക് ഈ പ്രോഗ്രാം ഉണ്ടാക്കിയ മാർച്ച് 1 മാർച്ച് നടക്കാനുള്ള എല്ലാ ആൾക്കാരെയും അവരുടെ ലീഡറിനെയും എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. അവരെ യേശുവിൻ്റെ നാമത്തിൽ ക്ഷമിക്കാം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവർ ദൈവരാജ്യത്തിന്, അവരുടെ രാജ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിന് വേണ്ടി മാത്രമല്ല, ദൈവരാജ്യത്തിന് വേണ്ടി അവർ വൻ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആ മുഴുവനും ടീമിനെ നമുക്ക് നസ്രനായ യേശുവിൻ്റെ നാമത്തിൽ എല്ലാവരും കൂടി അവരെ ബ്ലെസ് ചെയ്യാം. ഈ തീരുമാനമെടുത്തത് അവർ മാർച്ച് 1 പോകുമെന്ന് പറഞ്ഞു. പിന്നെ അവരിന്ന് ഒരു വീഡിയോ ഇറക്കി അവർ പോകുന്നില്ല. 1 മാർച്ചിൽ പ്രോഗ്രാം ക്യാൻസൽ ചെയ്തു. എല്ലാ പോലീസ് അതോറിറ്റീസിനും നന്ദി. അവിടെ പോലീസ് അതോറിറ്റി, ലോക്കൽ ലീഡേഴ്സ്, ഒരു ലോക്കൽ പോലീസ് സ്റ്റേഷൻ അവിടെ ഉണ്ടാക്കി. ഇതെല്ലാം ഈ 2 ദിവസത്തിനകം നടന്ന കാര്യമാണ്. ഒരു പ്രാവശ്യം കൂടെ ഓർപ്പിക്കട്ടെ. നാമാന് തീയതി നിശ്ചയിച്ചോട്ടെ, നാമാൻ ഓർഡർ ഇറക്കിക്കോട്ടെ. നാമാൻ്റെ ഓർഡറിൻ്റെ മേൽ അഹശ്വേരോസിൻ്റെ മോതിരത്തിൻ്റെ ഇതായിക്കോട്ടെ. എല്ലാവർക്കും ഓൾറെഡി അയച്ചോട്ടെ. പക്ഷേ അൾട്ടിമേറ്റ് ഡെസിഷൻ നമ്മുടെ രാജാതിരാജന തീരുമാനിക്കുന്നത്, അവനാണ് എടുക്കുന്നത്. അവനൊരു തീരുമാനമെടുത്തു. മാർച്ച് 1 പ്രോഗ്രാം ഈസ് ക്യാൻസൽഡ്. ദൈവം ഒരു തീരുമാനമെടുത്തു. ആ ക്യാൻസൽ ചെയ്ത പ്രോഗ്രാം എല്ലാവരെയും അറിയിച്ചു. അത് ഇനി ക്യാൻസലായി. ജനങ്ങൾ സന്തോഷത്തോടും സമാധാനത്തോടും ഐക്യതയോടും ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ഈ ഭാരതം മുന്നോട്ട് പോകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ പോലീസ് ഓഫീസേഴ്സിനെയും നന്ദി കരയറ്റുന്നു. എല്ലാ ഗവൺമെൻറ് അതോറിറ്റീസിനെയും നന്ദി കരയറ്റുന്നു. ഛത്തീസ്ഗഡ് ചീഫ് മിനിസ്റ്ററിനെ നന്ദി കരയറ്റുന്നു. അവിടെയുള്ള എല്ലാ മിനിസ്റ്റേഴ്സിനെയും MLAസിനെയും MPസിനെയും കോർപ്പറേറ്റേഴ്സിനെയും എല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. സെൻട്രൽ ഗവൺമെൻറ് ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ്.